നമ്മൾ പലരും വിചാരിച്ചത് തസ്ബീഹ് മാല പിടിച്ചെത്തുന്ന, തഹജ്ജുദ് നിസ്കരിച്ചെത്തുന്ന, 5 വക്ത് നിസ്കാരം കൃത്യമായി ജമാഅത്ത് നിസ്കരിച്ച എല്ലാം ആയിന. അല്ലല്ല, സ്വഭാവം നന്നാക്കണം. അതാണ് എല്ലാറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മഹാനായ അബൂ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാശി രാജാവിനോട് ചോദിക്കുകയാണ്, അയൽപക്കങ്ങളോട് മോശമായി പെരുമാറിയ ഞങ്ങൾ മാന്യമായിട്ട് പെരുമാറാൻ തുടങ്ങി മുസ്ലിമായതിനു ശേഷം ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? മുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റ് ഇതാണോ നിങ്ങൾ പറയണം? പിന്നെ പറഞ്ഞു, വൽ കഫ്ഫി അനിൽ മഹാരിമി വദ്ദിമാ, ഹറാം ചെയ്യരുത്, ഹറാം കാണരുത്, മറ്റൊരാളുടെ രക്തം ചിന്തരുത്, മറ്റൊരാളുടെ സമ്പാദ്യങ്ങൾ അപഹരിക്കരുത്, മറ്റൊരാളുടെ അഭിമാനം പിച്ചി ചീന്തരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ സഹോദരന്മാരോട് യുദ്ധം ചെയ്തിരുന്ന ഞങ്ങൾ യുദ്ധം നിർത്താൻ തുടങ്ങി. അഭിമാനം പിച്ചി ചീന്തിക്കൊണ്ട് കവിതകൾ എഴുതിയിരുന്ന ഞങ്ങൾ കവിതകൾ നിർത്താൻ തുടങ്ങി. മറ്റൊരാളുടെ സമ്പത്ത് മോഷ്ടിച്ചിരുന്ന ഞങ്ങൾ മറ്റൊരാളെ സാമ്പത്തികമായി സഹായിക്കാൻ തുടങ്ങി. ഇനി നജാശി രാജാവേ, നിങ്ങൾ പറയൂ, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ആകുന്നതിന് മുമ്പ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. അപ്പോഴാണ് നജാശി രാജാവ് അവിടേക്ക് കടന്നു വന്ന മക്കക്കാരായ മുശ്രിക്കീങ്ങളോട് പറയുന്നത്, നിങ്ങൾ പോയിക്കോളൂ, ഇവര് പറയുന്നത് പോലെയാണ് ഇസ്ലാമെങ്കിൽ അത് ഏറ്റവും നല്ല മതമാണ്, അവരുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അവർ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കൽ ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ തങ്ങൾക്കും സ്വഹാബാക്കൾക്കും മഹാനായ നജാശി രാജാവ് അഭയം നൽകുമ്പോ പറഞ്ഞു വരുന്നത്, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് സ്വാർത്ഥരായി മാറാതെ, സെൽഫിഷായി മാറാതെ, ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ മക്കളും എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ്. അതാണ് നമ്മുടെ ഈ സഹചാരിയുടെ കീഴിൽ നമ്മുടെ പ്രവർത്തകർ കാഴ്ചവെക്കുന്നത്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇയാൾക്ക് ജാമ്യം നിന്നത്? അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനും നിന്നില്ല, ആരും നിന്നില്ല. ഒരു മുസ്ലിമായ ഒരു സഹോദരന് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ സഹായിക്കാൻ ഒരാളുമില്ലെങ്കിൽ ജനങ്ങളൊക്കെ നിരാശരാവൂലേ? സഹായിക്കാൻ പോലും ആളുകളില്ലല്ലോ റബ്ബേ എന്നൊരു ചർച്ച വരൂലേ? ആളുകൾ അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് ഞാൻ പേടിക്കുകയാണ്. പരസ്പരം സഹായിക്കുന്ന ആ ഒരു സ്വഭാവം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. അതുകൊണ്ടാണ് ഇയാൾ വന്നില്ലെങ്കിൽ ഞാൻ തൂക്കുമരത്തിലേക്ക് കയറേണ്ടി വരുമെന്നുറപ്പുണ്ടായിട്ട് ഞാൻ ഇവിടെ ജാമ്യം നിൽക്കാൻ കാരണമെന്ന് മഹാനായ അബൂ ദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ 2 ചെറുപ്പക്കാരിലേക്ക് തിരിയുകയാണ്. ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? മാദാ തറയാൻ, നിങ്ങൾ 2 പേരുടെ അഭിപ്രായം എന്താണ്? ഖാല, 2 പേരും കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി. വഹുമാ യബ്കിയാൻ, ഉമർ തങ്ങളോട് ഗദ്ഗദത്തോടെ വിറങ്ങലിച്ച കരയുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖലീഫയായ ഉമർ തങ്ങളോട് 2 ചെറുപ്പക്കാരും പറയാൻ തുടങ്ങി, യാ അമീറൽ മുഅ്മിനീൻ അഫൗനാ അൻഹു, ഞങ്ങൾ ഇദ്ദേഹത്തിന് മാപ്പ് നൽകിയിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാവിനെ കൊന്ന, ഞങ്ങളുടെ പിതാവിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ ചെറുപ്പക്കാരന് അയാളുടെ സത്യസന്ധത കാരണം ഞങ്ങൾ മാപ്പ് നൽകുകയാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഈ ഒരു മാപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എടുത്തുയർത്തപ്പെട്ടത്. മാപ്പ് നൽകാൻ ആളുകൾ തയ്യാറല്ല. എല്ലാവരും പരസ്പരം പോരടിക്കാനാണ് കാത്തിരിക്കുന്നത്. ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടി, അതിന് വീണ്ടും മറുപടി, ഇങ്ങനെ മറുപടികളായി അടിയിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തുന്ന എത്രയെത്ര നാടുകൾ, എത്രയെത്ര മഹല്ലുകൾ. ഇതൊക്കെ നേരിട്ട് നമ്മൾ കാണുകയാണല്ലോ. പല മഹല്ലുകളുടെയും പ്രശ്നം എത്തുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ജനറൽ ബോഡി കൂടിയതാണ്, പക്ഷേ ചർച്ചകൾ അലസുകയും എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കേസെത്തുന്ന രീതിയിൽ നമ്മുടെ പല മഹല്ലുകളും മാറിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഉയർത്തപ്പെട്ടുകൂടാ, തിരിച്ചു വിളിക്കേണ്ടതുണ്ട്. ഈ ഒരു സ്വഭാവം, ഏത് സ്വഭാവം? എന്ത് ചെയ്താലും മാപ്പ് നൽകുക എന്നൊരു സ്വഭാവം നമ്മൾക്ക് വേണം.
ഈ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, വലിയൊരു അപകടത്തിലേക്കാണ്. സ്വന്തം പിതാവിനെ കൊന്ന ഘാതകന് ഞങ്ങൾ മാപ്പ് നൽകുകയാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ താടിരോമങ്ങളിലൂടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിക്കൊണ്ട് ഉമർ തങ്ങൾ പറയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തോ ഒരു സന്തോഷമാണ് ആ സദസ്സിലുണ്ടായത്, എന്തോ ഒരു ആഹ്ലാദമാണ് ആ സദസ്സിലുണ്ടായത്. ഒരു സമയത്ത് അബൂദർ എന്ന ജാമ്യം നിന്ന സ്വഹാബി തൂക്കിലേറ്റപ്പെടുമോ എന്ന ആശങ്ക, പിന്നെയോ ഈ പ്രതി ശിക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം എല്ലാം മാറി മറിഞ്ഞുകൊണ്ട് ഈ പ്രതിക്ക് വേണ്ടി എല്ലാവരും മാപ്പ് നൽകിയപ്പോ സന്തോഷഭരിതമാവുകയാണ് നാട്. അതേപോലെ ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന ആളുകൾ, ഇങ്ങോട്ട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ആളുകളോട് വളരെ മാന്യമായി പെരുമാറാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ ഹബീബ് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയത്. എന്തൊക്കെയോ ചീത്ത വിളിക്കാൻ തുടങ്ങി. കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, കേൾക്കാൻ അറപ്പ് തോന്നിക്കുന്ന, എന്തൊക്കെയോ പറയാൻ പറ്റാത്ത ചീത്തത്തെറികൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിക്കാൻ തുടങ്ങിയപ്പോ സിദ്ദീഖ് തങ്ങൾ ഇതൊക്കെ കേട്ടിരിക്കുകയാണ്. ഒന്നിനും മറുപടി പറയുന്നില്ല. തൊട്ടപ്പുറത്ത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ പുഞ്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട്. രണ്ടുപേരും ഇരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങളെയാണ് ചീത്ത വിളിക്കുന്നത്. ഇത് കേട്ടിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് ചിരിക്കുകയാണ്. ഒരുപാട് നേരം ചീത്ത പറഞ്ഞപ്പോ, ഒരുപാട് നേരം തെറി വിളിച്ചപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉടനെ ചിരിച്ചെന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി, തിരിച്ചെന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി, തിരിച്ച് പ്രതികരിച്ചു പോയി. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ദേഷ്യത്തോടെ സദസ്സിൽ നിന്ന് എണീറ്റു പോയത്. അതുവരെ സിദ്ദീഖ് തങ്ങളെ പരിഹസിക്കുന്നതും തെറി വിളിക്കുന്നതും ചിരിച്ചുകൊണ്ട് കണ്ട അള്ളാഹുവിൻ്റെ ഹബീബ് ആ സദസ്സിൽ നിന്ന് എണീറ്റു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണീറ്റ് ദേഷ്യത്തോടെയാണ് പോയത് എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പിന്നാലെ മഹാനായ സിദ്ദീഖ് തങ്ങളും ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, അദ്ദേഹം എന്നെ ചീത്ത പറയുമ്പോ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് നിങ്ങൾ ചിരിക്കുകയായിരുന്നല്ലോ നബിയേ. ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോ നിങ്ങൾ ദേഷ്യപ്പെടുകയും എൻ്റെ അടുത്തു നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. എന്താണ് കാരണമെന്ന് പറയൂ നബിയേ എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറയാണ്, ഇന്നഹു കാന മഅക മലകുൻ യറുദ്ദു അൻക. നിന്നെ ചീത്ത പറയുന്ന സമയത്ത്, നിന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, നിന്നെ തെറി പറയുന്ന സമയത്ത് നീ ക്ഷമിക്കാൻ തയ്യാറായില്ലേ? ആ സമയത്ത് അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചിട്ട് അയാൾക്കുള്ള മറുപടി മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് നേരം സഹിച്ചു നിങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകിയപ്പോ അല്ലാഹു തആല ആ മലക്കിനെ തിരിച്ചു വിളിച്ച് അവിടേക്കൊരു പിശാചിനെ പറഞ്ഞേക്കുകയുണ്ടായി. അവിടേക്കൊരു പിശാച് കടന്നു വന്നു. ഒരു പിശാച് ഒരു സദസ്സിലുണ്ടായാൽ ആ സദസ്സിൽ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല, പിശാചിന്റെ കൂടെ ഞാൻ ഇരിക്കൂല, അതുകൊണ്ടാണ് ഞാൻ എണീറ്റു പോയത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആലോചിക്കണേ, നമ്മെ ഒരാൾ ആക്രമിക്കാൻ കടന്നു വന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞില്ലേ, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം. ഒരു മുസ്ലിമിൻ്റെ എല്ലാം നമ്മൾക്ക് നിഷിദ്ധമാണ്. അയാളുടെ അഭിമാനം പിച്ചു ചീന്തുന്നത് ഹറാമാണ്, അയാളുടെ രക്തം ചിന്തുന്നത് ഹറാമാണ്, മറ്റൊരാളുടെ സമ്പാദ്യങ്ങൾ അപഹരിക്കുന്നത് ഹറാമാണ്. ഒരാളുടെ അഭിമാനം നമ്മൾ പിച്ചു ചീന്തരുത്. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഏതെങ്കിലും വ്യക്തികൾ അപമാനിക്കുന്ന രീതിയിലുള്ള ഫോൺ കോളുകളോ, ഏതെങ്കിലും വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോകളോ ടെക്സ്റ്റുകളോ നമ്മളായിട്ട് പറയാൻ പാടില്ല, നമ്മളായിട്ട് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അത് പച്ച ഹറാമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ അതിന് സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് തിരിച്ച് നമ്മെ ആക്രമിക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാതെ ക്ഷമിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കൂടെ മലക്കുണ്ടാകും. ആ മലക്കിൻ്റെ സഹായം നമ്മൾക്കൊന്നും ഉണ്ടാകും. എങ്ങാനും ഒരു വാക്കിനാലോ പ്രവൃത്തിയാലോ
തിരിച്ച് നമ്മൾ പ്രതികരിച്ചാൽ നമ്മുടെ കൂടെ കടന്നു വരുന്നത് പിശാച്ചാണ്. പിശാച്ച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തമ്മിൽ ചല്ലിക്കാനും ഭിന്നിപ്പിക്കാനുമാണ്. പിശാച്ച് ഒരാളുടെ സമീപത്തേക്ക് കടന്നു വന്നാൽ പിശാച്ചിന്റെ പരിശ്രമം അയാളുടെ നിസ്കാരം ഖളാ ആക്കാനല്ല, അയാളുടെ സ്വതക്കയെ തടയാനല്ല, അയാൾ ചെയ്യുന്ന നന്മകൾക്ക് തടസ്സം നിൽക്കാനല്ല. പിശാച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനം ഒരു നാടിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, ഒരു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, ഒരു കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, ഒരു നാട്ടുകാരിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, ഒരു കമ്മിറ്റിയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. അതാണ് പിശാച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പിശാചുക്കളെ ഇബ്ലീസ് പ്രശംസിക്കുമെന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് പിശാച്ചിന്റെ കൂടെ നിൽക്കാതെ അള്ളാഹുവിന്റെ മാലാക്കമാര് കൂടെ നിൽക്കാൻ വേണ്ടി ഏതൊരാൾ ആക്രമിക്കാൻ വന്നാലും അവർക്ക് മാപ്പ് നൽകാൻ നമ്മൾ തയ്യാറാവണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് 3 യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യാ അബൂബക്കർ, അബൂബക്കറേ, 3 യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലുള്ള ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൻ്റെ ഒരു ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? എത്ര ആളുകളുണ്ട്? നബി തങ്ങളൊരു വിഷയം പറഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകൾ? ഒന്ന് കൈപ്പൊക്കെ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അൽഹംദുലില്ലാ, എല്ലാവരും ആ വിശ്വാസക്കാരാണ്. കാരണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിൻ്റെ ഹബീബ് എന്തെങ്കിലും ഇവിടെ സംസാരിച്ചത് അല്ലാഹു പറഞ്ഞ വിഷയങ്ങളാണ്. നമ്മളെപ്പോലെ സ്വന്തമായിട്ടൊരു വാക്ക് പോലും അള്ളാഹുവിൻ്റെ ഹബീബ് സംസാരിച്ചിട്ടില്ല. ശ്രേഷ്ഠപ്രകാരം സ്വന്തമായി അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അപ്പൊ സംസാരിച്ചതൊക്കെയോ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടെ സംസാരിച്ചത് എല്ലാം അള്ളാഹു പറഞ്ഞ വിഷയങ്ങളാണ്. ആ റബ്ബിന്റെ തീരുമാനമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത് 3 യാഥാർത്ഥ്യങ്ങളുണ്ട് അബൂബക്കറെ, 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് സംഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്, യാതൊരു സംശയമില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്തൊക്കെയാണ് ആ 3 കാര്യം? എന്തൊക്കെയാണ് ആ 3 കാര്യം? ഒന്ന്, മാ മിൻ അബ്ദിൻ ളുലിമ ബിമദ്ലമ فيغلي عنها لله عز وجل إلا أعز الله بها نصره. ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ വാക്കിലൂടെ, എന്തെങ്കിലും ഒരു തെറിയിലൂടെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചാൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരാൾ ആക്രമിച്ചാൽ അയാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം, അയാൾക്ക് തിരിച്ചടിക്കാനും ചീത്ത പറയാനും കഴിയാം. പക്ഷേ അള്ളാഹുവിനെ വിചാരിച്ച് ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് ഇല്ലാ അഅസ്സല്ലാഹു ബിഹാ നസ്റ. അയാളെ സഹായിക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിയോഗിക്കുമെന്നും ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ സഹായം എന്നും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മെ ഒരാൾ സോഷ്യൽ മീഡിയകളിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ എന്തെങ്കിലും ഇല്ലാത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉള്ള ആരോപണങ്ങളാവട്ടെ നമ്മൾക്കെതിരെ ഒരാൾ പറഞ്ഞാൽ അയാളെ അടിക്കാൻ നമ്മൾക്ക് കഴിയാ, അയാളെ തിരുത്താൻ നമ്മൾക്ക് കഴിയാ, അയാളെ ചോദ്യം ചെയ്യാൻ നമ്മൾക്ക് കഴിയാ. പക്ഷേ അതിനൊന്നും തയ്യാറാവാതെ എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞാൽ ആരാണോ ആരോപണം ഉന്നയിച്ചത് അവനാണ് തകരുന്നത്, അവരാണ് സമുദായത്തിൽ അയാൾക്കാണ് ദുഷ്പേരുണ്ടാകുന്നത്. നിങ്ങളുടെ അഭിമാനവും അന്തസ്സും എന്നും വർദ്ധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് കേൾക്കണേ സഹോദര, ഒരാൾ സ്വതക നൽകിയാൽ, ഒരാൾ ദാനധർമ്മം ചെയ്താൽ, ഒരാൾ സംഭാവന ചെയ്താൽ യുരീദു ബിഹാ സില, അതുകൊണ്ട് അയാൾ നന്മയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാനാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഒരു അയൽവാസിയെ സഹായിക്കാനാണ് ഉദ്ദേശിച്ചത്, പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ്, വിശപ്പ് പട്ടിണിക്കാരുടെ വിശപ്പകറ്റാനാണ് അയാൾ ആ സാമ്പത്തിക സഹായം കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ, അല്ലാഹു
അല്ലാഹു അയാൾ നൽകിയതിനേക്കാൾ കൂടുതൽ അയാൾക്ക് പകരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബക്കറ്റ് വരികയാണ്. നല്ല സമയത്താണ് ബക്കറ്റ് വന്നത്, നല്ല സമയത്താണ്. നമ്മളൊക്കെ കൈപൊക്കിയ ആളാണ്. എന്ത്? നബിതങ്ങൾ പറഞ്ഞാൽ അതുപോലെ നടക്കുമെന്ന് കൈപൊക്കിയ ആളാണ് നമ്മളൊക്കെ. എന്താ നബിതങ്ങൾ പറഞ്ഞത്? ദീനിയായ കാര്യത്തിൽ ഒരാൾ സഹായിച്ചാൽ, നന്മയ്ക്ക് വേണ്ടി ഒരാൾ സഹായിച്ചാൽ, ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ, അതല്ല അതിനേക്കാളും കൂടുതൽ അയാൾക്ക് അല്ലാഹു പകരം നൽകുമെന്ന് ഉറപ്പ് തന്നെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബക്കറ്റിലേക്ക് മാന്യമായി ഇടുന്നതോടൊപ്പം നമ്മുടെ പരിപാടിക്കൽപ്പം ചെലവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു 2000 രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി നൽകാൻ തയ്യാറുള്ള എത്ര ആളുകൾ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ഇല്ലാ സാദഹുല്ലാ, 2000 ഏറ്റെടുത്താൽ 20,000 വരെ അള്ളാഹു തന്നേക്കാ, 2 ലക്ഷം വരെ അള്ളാഹു തന്നേക്കാ. പിരിവെടുക്കുന്ന ആളല്ല ഞാൻ, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സംഘാടകർ നിർബന്ധിച്ചത് കൊണ്ട് ഒരു 5 മിനിറ്റ് വേണ്ടി ഞാൻ സമയം വെക്കുകയാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, വമാ ഫതഹ റജുലുൻ ബാബ അതിയ, ഒരാൾ സംഭാവന നൽകാനും സഹായിക്കാനും സ്വതക്ക നൽകാനും ഒരാൾ തയ്യാറായാൽ അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് നന്മയാണ്. ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസറ, അല്ലാഹു അതുകൊണ്ട് അയാൾക്ക് വർധനവാണ് നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേപോലെ മറ്റൊരു ഹദീസ് കാണാം, മാ നഖസ മാലും മിൻ സദഖ, ഒരാൾ സദഖ നൽകിയാൽ അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം പോലും കുറയൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി ഇതിൽ വിശ്വാസമുള്ള ആളുകൾ പൊക്കെ, ഇത് നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. വിശ്വാസമുള്ള ആളുകൾ പൊക്കെ. ഇപ്പൊ വിശ്വാസമൊക്കെ കുറഞ്ഞോ? നേരത്തെയുള്ള വിശ്വാസം ഇപ്പില്ലല്ലോ. താഴ്ത്തിക്കോളി. ഒരു 2000 രൂപ നമ്മുടെ സംഘാടകർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹമുള്ള ആളൊന്നും പൊക്ക്, വേഗം പൊക്കണേ, സമയം കളയരുത്. വഅദ് പറയണത് കൊണ്ട് വേഗം ആദ്യം പൊക്കുന്ന ആളുകൾക്ക് ശേഷം പൊക്കുന്നവരുടെ പ്രതിഫലം കൂടി അള്ളാഹു നൽകി. ഇന്നലെ നൽകിയിട്ടുണ്ടാകും, ശരി തന്നെയാണ്, അതൊന്നും ഇവിടെ ചർച്ചയില്ല. കഴിഞ്ഞ മാസത്തെ ഇലക്ട്രിക് ബില്ല് കെട്ടിയെന്ന് പറഞ്ഞ് ഈ മാസം കെട്ടാതിരിക്കോ? ഇല്ല. ഫോൺ ബില്ല് കെട്ടൂലേ? അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇന്നലെ കൊടുത്തോ ഇല്ലേ എന്നല്ല. ഇത്ര ആളുകൾ 2000 രൂപ ചെറിയ, അൽഹംദുലില്ലാ. ഒരാൾ അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, ദയവ് ചെയ്ത് സമയം കളയരുത്. 2000 രൂപ ചെറിയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും മടിച്ചു നിൽക്കണ്ട, ഒന്ന് പൊക്കിക്കോളി. വലിയ പ്രശ്നമുള്ള എമൗണ്ട് ഒന്നുമല്ല. 2000 എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടാണ്. അതുകൊണ്ട് വേഗം പൊക്കിക്കേണ്ട, സമയം കളയരുത്. വാല്യൂ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പിരിവിന് എവിടെ നിൽക്കാറില്ല, ഇനി നിൽക്കുന്നില്ല. സംഘാടകർക്ക് വേണ്ടി ചോദിച്ചെന്നുള്ളൂ. നിങ്ങൾ തന്ന വളരെ സന്തോഷം. കാസർഗോഡ് നിന്ന് വന്നു, കൊണ്ടോട്ടിയിലെത്തി, പ്രസംഗിച്ചു. ഇൻഷാ അല്ലാഹ് തന്നാൽ വളരെ സന്തോഷം, തന്നില്ലേ അതിനേക്കാളും വലിയ സന്തോഷം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഒന്ന് പൊക്കിയ, വേഗം പൊക്കി. ഒരാളായി, അൽഹംദുലില്ലാ, ഒരാളായി. പെണ്ണുങ്ങളാണുങ്ങൾ അൽഹംദുലില്ലാ 2 ആൾ 3 ആൾ. ബാക്കിൽ മഞ്ഞ കുപ്പായിട്ടാൾ, വോളണ്ടിയറും പൊക്കി 4 ആൾ, അൽഹംദുലില്ലാ 4 ആൾ. വേഗം പൊക്കി. ഒരു 100 ആൾ വേണം നമുക്ക്, 100 ആൾ വേണം. 2000 രൂപ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മോശമാണേ. വേഗം പൊക്കിക്കോളി. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനാണ് നമ്മുടെ ഈ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് SKSSFൻ്റെ സംഘാടകർ. അതിന് പുറമെ പരിപാടിക്കും ഭീമമായ ചിലവുണ്ട്. അതിനൊക്കെ സഹായിക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ പോക്കറ്റിൽ നിന്നെടുത്ത് മൊബൈൽ ഇടേണ്ടത്, എൻ്റെ പോക്കറ്റിൽ വേറൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സദസ്സിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു എമൗണ്ട്. കഴിഞ്ഞോ? എത്ര ആളേ ഉള്ളൂ? അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞോ? 5 ആളുള്ളൂ. പഠിച്ചോനെ, 5 ആളുള്ളൂ. യാ അല്ലാഹ്. ഉണ്ടോ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു 8 കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം, എന്നിട്ട് ആലോചിക്കുക കൊടുക്കണോ വേണ്ടേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒന്ന് ദാവൂ മർലാക്കും ബിസ്സദഖ, സ്വതഖ നൽകി നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കണമെന്നാണ്. സ്വതഖ നൽകിയാൽ ഒരുപാട് രോഗങ്ങൾ നമ്മൾ അറിയാതെ അല്ലാഹു ശമനം നൽകുമെന്ന് പറഞ്ഞത് ഞാനല്ല, പരിശുദ്ധ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സംഭാവന ചെയ്ത ആളുകൾക്ക് നീ ശമനം നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. മരണം വരെ യാതൊരു അസുഖമില്ലാതെ, മാരകമായ അസുഖമില്ലാതെ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും കാക്കണേ റബ്ബേ. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, അസ്സദഖതു തദ്ഫഉ അൻ മൈതത്തിസ്സൂ, മോശമായ മരണങ്ങളിൽ നിന്ന് ഈമാൻ സലാമത്താവാതെ ആഖിബത്ത് മോശമായി മരിക്കുന്നതിൽ നിന്ന് സ്വതഖ കൊണ്ട് രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ സ്വതഖ നൽകുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന
എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. മൂന്നാമതായി ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ 2000 രൂപ കൊണ്ടൊരു കാരക്ക കഷ്ണമല്ല, ഒരു കാരക്കയുടെ തോട്ടം തന്നെ വാങ്ങാൻ സാധിച്ചേക്കാം. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ഒരു തുക കൊണ്ട് നാളെ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗ്ഗം നൽകണേ അല്ലാ. നാലാമതായ ഒരു കാര്യം പറയാനുള്ളത്, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് പകരം നൽകണേ എന്ന് എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെ മാലാക്കമാര് ദുആ ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 2000 നൽകുന്ന ആളുകൾക്ക് 20,000-ഉം 2 ലക്ഷവും 2 കോടിയുമായി ദുനിയാവിലും ആഖിറത്തിലും നീ പകരം നൽകണേ അല്ലാ. മറ്റൊരു ഹദീസ് കാണാം, ഇന്ന സ്വദഖത, സ്വദഖ നൽകുന്ന ആളുകളുടെ തുലീഉൽ ഖബ്റ, അയാളുടെ ഖബറിനെ നീ പ്രകാശിപ്പിക്കുമെന്ന്. അല്ലാഹുവേ, ഇവരുടെ ഖബറിടങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാ. വതൂസിഉഹ, അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുമെന്ന് കാണാം, വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് കാണാം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ശർറായ ഖലായിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് കാക്കുമെന്ന് കാണാം. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഇനി ഉണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കിക്കോളെ. ഉണ്ടോ? പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യാ അബൂബക്കർ, അബൂബക്കറേ, സലാസുൻ കുല്ലുഹുന്ന ഹഖ്കുൻ, എല്ലാം സത്യമാണ്. 3 യാഥാർത്ഥ്യങ്ങളുണ്ട് ഇവിടെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഇവിടെ 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ അംഗീകരിച്ചാലും ഇല്ലേലും ഇത് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്ന ഹദീസാണിത്. എൻ്റെ വക കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നതോ സംഘാടകരൊരുക്കിയ ഹദീസല്ല ഇത്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഹബീബിൻ്റെ ഹദീസാണിത്. മാമിൻ അബ്ദിൻ ദുലിമ ബിമദ്ലമ, ഒരാൾ ആക്രമിക്കപ്പെടുന്നത് ഒരു പക്ഷേ അഭിമാനം പിച്ച് ചിന്തിയേക്കാം, ഒരു പക്ഷേ സാമ്പത്തികമായി അപഹരിച്ചേക്കാം, ഒരു പക്ഷേ ശാരീരികമായി അടിക്കപ്പെട്ടേക്കാം. ഏതെങ്കിലും രീതിയിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടി അള്ളാഹുവിനെ ഓർത്ത് മാപ്പ് നൽകാൻ തയ്യാറായാൽ ഇല്ലാ അഅസ്സല്ലാഹു ബിഹാ നസ്റ, അയാളെ സഹായിക്കാൻ അല്ലാഹു തആല അയാളുടെ കൂടെയുണ്ടാകും. അയാൾ തോറ്റുപോകൂല. മാപ്പ് നൽകിയവൻ ഒരിക്കലും പരാജയപ്പെടൂല. ആരാണോ ആക്രമിച്ചത് അയാളാണ് പരാജയപ്പെടുക. അയാൾക്കാണ് സമുദായത്തിൽ ദുഷ്പേരുണ്ടാവുക. അയാൾക്കെതിരെയാണ് ജനങ്ങൾ തിരിയുക. നിങ്ങൾ ആക്രമിച്ചാൽ നിങ്ങൾക്കെതിരെ ആളുകൾ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാപ്പ് നൽകാൻ തയ്യാറാവണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തേത്, വമാ ഫതഹ റജുലുൻ ബാബ അതിയ, ഒരാൾ സ്വതക നൽകാൻ തയ്യാറായാൽ, ഒരാൾ ദാനധർമ്മം ചെയ്യാൻ തയ്യാറായാൽ, മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറായാൽ, യുരീദു ബിഹാ സില, അതുകൊണ്ട് അയാൾ കുടുംബബന്ധം ചേർക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇല്ലാ സാദഹുല്ലാഹു ബിഹാ കസ്റ, അള്ളാഹു അവർക്ക് കൂടുതൽ നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവേ, ഇവർക്കൊക്കെ നീ സാമ്പത്തികമായി ദുനിയാവിലും ആഖിറത്തിലും പകരം നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ദുനിയാവിൽ തന്നെ അത് കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. നമ്മൾക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ, നമ്മൾക്ക് അല്ലാഹു തആല സമ്പാദ്യങ്ങൾ നൽകിയ സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ല, അള്ളാഹുവിൻ്റെ സ്ഥാനമാനം, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരാളുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമ്മൾക്ക് എളുപ്പമാക്കി തരുമെന്നും, അതേപോലെ നാളെ മഹ്ശറാ ലോകത്ത് എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരാളെ സഹായിക്കുക എന്നത് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച വഴിയാണത്. അത് കുടുംബക്കാരാവട്ടെ, അയൽവാസികളാവട്ടെ, അന്യമതസ്ഥരാവട്ടെ, ആരുമാവട്ടെ, മനുഷ്യനായാൽ മൃഗങ്ങളായാൽ, എന്തിനേറെ മൃഗങ്ങളോട് പോലും കരുണ കാണിക്കണമെന്ന് എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്. ഒരു പൈങ്കിളിയെ പോലും വെറുതെ അകാരണമായി നോവിക്കേണ്ടി വന്നാൽ, അകാരണമായി വധിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ ആ പൈങ്കിളി ഈ മനുഷ്യനെതിരെ നാളെ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നായയോടോ മൃഗങ്ങളോടോ ഒരു വ്യക്തിയോടോ നമ്മൾ മരങ്ങളോട് പോലും മോശമായി പെരുമാറാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്ന ദീൻ ഇതാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം. ഇതാണ് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവും സ്വഹാബാക്കളും മക്കയിലുള്ള മക്കക്കാരായ മുശ്രിക്കീങ്ങളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ, മക്കക്കാരായ
കിങ്കരന്മാരുടെ ധിക്കാരികളുടെ പീഡനം സഹിക്കാൻ കഴിയാതെ മഹാന്മാരായ സ്വഹാബാക്കൾ ഹബ്ശീനയിലേക്ക്, നജ്ജാശി രാജാവിൻ്റെ നാട്ടിലേക്ക് പീഡനം സഹിക്കാൻ കഴിയാതെ പലായനം ചെയ്ത വാർത്ത നമ്മൾക്കറിയാം, പലായനം ചെയ്ത ചരിത്രം നമ്മൾക്കറിയാം. അങ്ങനെ നജ്ജാശി രാജാവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുമ്പോഴാണല്ലോ മക്കക്കാരായ കിങ്കരന്മാരായ ധിക്കാരികൾ അവിടേക്കും കടന്നു വന്നത്. എന്നിട്ട് നജ്ജാശി രാജാവിനോട് പറഞ്ഞതെന്താ? ഇവർ ഞങ്ങളുടെ നാട്ടിലെ ഫിത്നക്കാരാണ്, ഇവർ ഞങ്ങളുടെ നാട്ടിലെ കുഴപ്പക്കാരാണ്, ഇവരാണ് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ മുസ്ലിമീങ്ങളായ ആളുകളെ നിങ്ങളുടെ നാട്ടിലാണ് നിങ്ങൾ താമസിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അധികാരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ ഫിത്നയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മുസ്ലിമീങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് മക്കയിൽ നിന്നുള്ള ചില പ്രതിനിധികൾ വന്നുകൊണ്ട് മഹാനായ നജ്ജാശി രാജാവിനോട് പറഞ്ഞപ്പോ നജ്ജാശി രാജാവ് സത്യമെന്തെന്നറിയാൻ വേണ്ടി മഹാനായ ജഅഫർ തങ്ങളെ വിളിക്കുകയാണ്. ഞാൻ നോക്കട്ടെ എന്താണ് ഇസ്ലാമെന്ന്, എന്താണ് ഇവരുടെ സംസ്കാരമെന്ന്, എന്താണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ, ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളിൽ നിന്നുള്ള ഒരാൾ എന്താണ് ഇസ്ലാമെന്ന് പറഞ്ഞു തരുമോ? എന്താണ് ഇസ്ലാം? ആരാവണം മുസ്ലിം? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു തരുമോ? മുസ്ലിമീങ്ങളുടെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന് നജാഷി രാജാവ് അവിടെയുള്ള സ്വഹാബാക്കളോട് ചോദിച്ചപ്പോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഏറ്റവും മഹത്തായ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇസ്ലാമിനെ വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത്. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാവാത്ത ആളുകൾ സംശയക്കണ്ണോടെ, മഞ്ഞക്കണ്ണട വെച്ച് ഇസ്ലാമിനെ ശ്രദ്ധിക്കുന്ന, വീക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാകാൻ ഇത് മതി. ഇവര് മുസ്ലിമീങ്ങളല്ല, അമുസ്ലിമീങ്ങളായിരുന്നു ഇവര്. പിന്നെയാണ് മഹിതമായ സംസ്കാരം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് പിന്നെയാണ് ഇവർ കടന്നു വന്നത്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്താൻ തുടങ്ങി. കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ അജ്ഞതയുടെ യുഗമെന്ന്, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു നാട്ടിലാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. വിഡ്ഢികളാണെന്ന്, വിവരമില്ലാത്തവരാണെന്ന്, സംസ്കാരമില്ലാത്തവരാണെന്ന് ചരിത്രകാരന്മാർ, എഴുത്തുകാരും കവികളുമെല്ലാം രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. ഞങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ബിഫോർ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പ് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ, ഇസ്ലാമിൻ്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ എന്ന് മഹാനായ ജഅഫർ തങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിന് മുമ്പ് നഅ്ബുദുൽ അസ്നാം, ഞങ്ങൾ മരങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, കല്ലുകളെ, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റാത്ത കല്ലുകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. തീയിനെ ആരാധിക്കുന്നവരായിരുന്നു, വെള്ളങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു ഞങ്ങൾ. നഅ്ബുദുൽ അസ്നാം, യാതൊരു ഉപകാരമോ യാതൊരു ഉപദ്രവമോ സംസാരിക്കാനോ ഒരു സഹായം ചെയ്യാനോ കഴിയാത്ത ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു. വനഅകുലുൽ മൈത, ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു. ഇത് ശവമാണെന്നുള്ള ബോധമില്ല, അത് നജസാണെന്നോ അത് അശുദ്ധമാണെന്നോ എന്ന് ചിന്തിക്കാതെ ചത്തുപോയ ശരീരങ്ങളെ ഞങ്ങൾ തിന്നുമായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ്, വ്യഭിചരിക്കാൻ ഞങ്ങൾക്കൊരു മറ പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വ്യഭിചാരങ്ങളും ആഭാസങ്ങളും പേക്കൂത്തുകളും വേണ്ടുവോളം തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനഅത്തിൽ ഫവാഹിഷ്, തോന്നിവാസങ്ങൾ യാതൊരു പരിധിയില്ലാതെ, യാതൊരു നാണമില്ലാതെ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനഖതഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളെ. ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ ഉമ്മയെന്നോ ഉപ്പയെന്നോ ഉള്ള ബന്ധം ഞങ്ങൾക്കില്ല. വഅഹ്യാനൻ നജൂറു അലാ അഖീനാ,
ചില സമയത്ത് വാളുമെടുത്തു ഞങ്ങൾ സ്വന്തം ജ്യേഷ്ഠന്മാരോട് അനുജന്മാരോട് യുദ്ധത്തിന് പോകുമായിരുന്നു. ഇദാലം നജിദ് ഇല്ലാ അഖാന, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ജ്യേഷ്ഠന്മാരല്ലാതെ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ, അനുജന്മാരല്ലാതെ വേറെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്മാരോട് പോലും യുദ്ധം ചെയ്യാൻ മടിയില്ലാത്ത ആളുകളായിരുന്നു ഞങ്ങൾ. കുടുംബ ബന്ധത്തിന് യാതൊരു പ്രാധാന്യം നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ. ഭാര്യമാർക്ക് മക്കൾക്ക് പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങള്. അയൽവാസികളോട് മോശമായി പെരുമാറുന്ന ആളായിരുന്നു ഞങ്ങളെ. വൃത്തികേടോടെയാണ് അയൽവാസികളെ കണ്ടത്. അവർക്ക് അയൽവാസി എന്നുള്ള ബന്ധം ഒരു പരിഗണന പോലും ഞങ്ങൾ നൽകാറില്ലായിരുന്നു. അവരെ ഞങ്ങൾ വെറുപ്പിക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഹാദിഹിൽ ജാഹിലിയ്യത്തിൽ ഖദീമ, ഇതാണ് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ സംസ്കാരം. അങ്ങനെ ഈ ഒരു ആഭാസത്തിലും ഈ ഒരു തോന്നിവാസത്തിലും ജീവിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളിലേക്കൊരു പ്രവാചകൻ കടന്നു വരുന്നത്. ഞങ്ങളിലേക്കൊരു ചെറുപ്പക്കാരനെ അള്ളാഹു പറഞ്ഞേക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ആളല്ല, എവിടെ നിന്നോ ഓടി വന്ന ആളല്ല, ഞങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ് അയാൾ. അയാൾ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. അയാളുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം. അയാളുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നാട്ടിലാണ് ജനിച്ചത്, ഞങ്ങളുടെ കൂടെയാണ് വളർന്നത്. ഇങ്ങനെയുള്ള ഒരാളെ അള്ളാഹു പ്രവാചകനാക്കി പറഞ്ഞേക്കുകയാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ വിശ്വസ്തത, അദ്ദേഹത്തിന്റെ ചാരിത്രം, അദ്ദേഹത്തിന്റെ സംസ്കാരമെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ഞങ്ങൾ. അദ്ദേഹത്തിന്റെ തറവാട് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബം ഞങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള ആളെ അള്ളാഹു പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ പ്രവാചകനായി നിയോഗിക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഫദഅന, ഇസ്ലാമിന്റെ ശേഷം ഞങ്ങളുടെ അവസ്ഥ ഇതാണ്. ഫദഅന ഇലല്ലാഹ്, പിന്നെയാണ് അദ്ദേഹം വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതൊരു ദൈവമില്ല, മരങ്ങളെ ആരാധിക്കല്ലേ, കല്ലുകളെ ആരാധിക്കല്ലേ, മൃഗങ്ങളെയും വെള്ളങ്ങളെയും തീനെയും സൂര്യനെയും ആരാധിക്കല്ല, അതൊക്കെ സൃഷ്ടികളാണ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ആ മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ പ്രപിതാക്കൾ കല്ലുകളെ ആരാധിച്ചിരുന്നു, അത് വലിച്ചെറിയാൻ ഞങ്ങളോട് അയാൾ പറഞ്ഞു. ഞങ്ങളത് കേട്ടു രാജാവേ, അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ബിംബങ്ങളെ ആരാധിക്കാതെ, കല്ലുകളെ ആരാധിക്കാതെ, മരങ്ങളെ ആരാധിക്കാതെ, വെള്ളത്തെ പൂജിക്കാതെ, സൂര്യന് മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാതെ ഏകനായ ഇലാഹിനെ ആരാധിച്ചതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്? അവരുടെ ആരാധനാ വസ്തുക്കളെ ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല, അവരാരാധിക്കുന്ന ബിംബങ്ങളെ ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ആരാധിക്കുന്നില്ല, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? പിന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വഅമറനാ ബിസുദ്ഖിൽ ഹദീസ്, ഞങ്ങളോട് പറഞ്ഞു കളവ് പറയരുത്, നുണ പറയരുത്, സത്യമേ പറയാൻ പാടുള്ളൂ. ഖുലിൽ ഹഖ വഇൻ കാന മുറാ, തല പോയാലും നിങ്ങൾ ഒരിക്കലും നുണ പറയരുത്, സത്യം മാത്രമേ ഞങ്ങളോട് പറയാൻ പറഞ്ഞുള്ളൂ. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇതാണോ രാജാവേ? നുണ പറയാൻ യാതൊരു മടിയുമില്ലാത്തൊരു സമൂഹത്തിൽ നിന്ന് കളവ് പറയാതെ, നുണ പറയാതെ സത്യം മാത്രമേ ഞങ്ങൾ പറയൂ എന്ന് തീരുമാനിച്ചതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? രാജാവേ ഞങ്ങൾ പറയണം. പിന്നെ പറഞ്ഞു വഅദാഇൽ അമാന, ഒരു വിശ്വാസവഞ്ചന നടത്തരുത്, വിശ്വാസവഞ്ചന നടത്തരുത്, വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. വിശ്വാസത്തിന് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങളെ, വാക്കുകൾക്ക് യാതൊരു പരിഗണന നൽകാത്ത ആളുകളായിരുന്നു ഞങ്ങള്. പിന്നെ മുസ്ലിമായപ്പോൾ വിശ്വാസം സൂക്ഷിക്കുന്ന ആളുകളായി. ആളുകൾ ഒരു വാക്ക് നൽകിയാൽ, ആളുകൾ സൂക്ഷിക്കാൻ വല്ല വസ്തുക്കളും നൽകിയാൽ അത് സൂക്ഷിപ്പ് മുതൽ യാതൊരു കേടുവരുത്താതെ, യാതൊരു ന്യൂനതകൾ വരുത്താതെ അതേപോലെ തിരിച്ചു കൊടുക്കാനും വാക്കുകൾ സൂക്ഷിക്കാനും ഞങ്ങൾ തുടങ്ങി. ഇതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ പറയണം. വിശ്വാസവഞ്ചന നടന്നിരുന്നൊരു കാലത്ത് വിശ്വാസം കീപ്പ് ചെയ്യുന്ന, സൂക്ഷിക്കുന്ന ആളായി മാറി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? വഅദാഇൽ അമാന വസിലത്തിർ റഹിമി, കുടുംബ
കുടുംബ ബന്ധം ചേർക്കാൻ തുടങ്ങി, മാതാപിതാക്കളെ ബഹുമാനിക്കാൻ തുടങ്ങി. ഉപ്പയ്ക്ക് സ്ഥാനമുണ്ട്, ഉമ്മമാരുടെ കാൽപാദങ്ങൾക്ക് കീഴിലാണ് സ്വർഗമെന്ന്, ഭാര്യമാരോട് മാന്യമായി പെരുമാറണമെന്ന്, മക്കളെ കുഴിച്ചു മൂടരുത് എന്ന്, മക്കൾക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കണമെന്ന്, മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണമെന്ന്, ജ്യേഷ്ഠന്മാരോട്, അയൽവാസികളോട്, കുടുംബക്കാരോട് വളരെ മാന്യമായി ഞങ്ങൾ പെരുമാറാൻ തുടങ്ങി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അയൽവാസികളോട് വളരെ മാന്യമായി പെരുമാറാൻ തുടങ്ങി. ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അത് നിങ്ങളുടെ ഈമാനിൻ്റെ പ്രശ്നമല്ല. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാൽ അത് നിങ്ങളുടെ ഈമാനിൻ്റെ പ്രശ്നമാണ്. അത് കാരണത്താൽ ഒരുപക്ഷെ നരകത്തിലേക്ക് പോലും എത്തിയേക്കാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ പട്ടിണി കിടന്നു, നിങ്ങളുടെ ഭാര്യ പട്ടിണി കിടന്നു, നിങ്ങളുടെ മക്കൾ പട്ടിണി കിടന്നു, എന്നിട്ട് 3-4 ദിവസം ഭക്ഷണം ലഭിക്കാതെ പട്ടിണി കിടന്ന് നിങ്ങൾ മരിച്ചാൽ ഇതിൻ്റെ പേരിൽ റബ്ബിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരില്ല. എന്നാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള അയൽപ്പക്കത്തുള്ള ആരെങ്കിലും ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അയൽവാസികളോട് മാന്യമായി പെരുമാറിയതാണോ രാജാവേ ഞങ്ങൾ ചെയ്ത തെറ്റ്? അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഒരാൾ ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഞങ്ങളൊരു പെണ്ണിനെ കുറിച്ച് അറിയാനാണ് വന്നത്, ഒരു പെണ്ണിനെ കുറിച്ച് ചോദിച്ചറിയാനാണ് വന്നത്. യാ റസൂലല്ലാഹ്, ആ പെണ്ണിൻ്റെ പ്രത്യേകത നല്ല നിസ്കാരക്കാരിയാണ്, ഒരു നിസ്കാരം പോലും നഷ്ടപ്പെടുത്താത്ത പെണ്ണാണത്. നല്ല നിസ്കാരക്കാരിയാണ് അവൾ. തഹജ്ജുദുണ്ട്, സുന്നത്തുണ്ട്, ഫർളുണ്ട്, ഒരു സുന്നത്തുകൾ പോലും ഒഴിവാക്കാത്ത പെണ്ണാണത്. നന്നായി സ്വതക്ക നൽകുന്ന പെണ്ണാണത്, നന്മ ചെയ്യുന്ന പെണ്ണാണത്. പക്ഷേ ആ പെണ്ണ് തൻ്റെ അയൽവാസികളോട് മോശമായി പെരുമാറാറുണ്ട്. ഈ പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശകലനം നടത്താതെ, ഒരു പഠനം നടത്താതെ, ഒരു അന്വേഷണം നടത്താതെ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി ഹിയ ഫിന്നാർ, അവൾ നേരെ പോകുന്നത് നരകത്തിലേക്കാണ്. അവളുടെ നിസ്കാരം കൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അവളുടെ സ്വതക്ക കൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല, അവളുടെ സുന്നത്തോ അവൾ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും അവളെ രക്ഷപ്പെടുത്തൂല. അയൽവാസികളോട് മോശമായി പെരുമാറുന്നത് കാരണത്താൽ അള്ളാഹു അവൾക്ക് ഒരുക്കിയിരിക്കുന്നത് നരകമെന്ന ഭയാനകമായ ലോകമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഒരു പെണ്ണിനെ കുറിച്ച് വേറെ ചില ആളുകൾ ചോദിച്ചു, നബിയേ, ഞങ്ങൾക്ക് ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാനുണ്ട്. ആ പെണ്ണ് മരിച്ചു പോയിരിക്കുകയാണ്, ആ പെണ്ണ് നിസ്കാരക്കാരിയാണ്, പക്ഷേ കൃത്യമായി സുന്നത്തുകൾ നിസ്കരിക്കുന്ന ആളല്ല, ഫറലൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിസ്കരിക്കുന്ന പെണ്ണാണ്, വലിയ സ്വതക്കയുള്ള പെണ്ണല്ല, വലിയ ആബിദത്തായ പെണ്ണല്ല, ദിക്റും തസ്ബീഹിലും മുഴുകുന്ന പെണ്ണല്ല. പക്ഷേ ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട്, അയൽവാസികളോട് മാന്യതയില്ലാതെ ആ പെണ്ണ് ജീവിതത്തിൽ പെരുമാറിയിട്ടില്ല. അയൽവാസിക്ക് ആ പെണ്ണിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അയൽവാസികൾക്കൊക്കെ ആ പെണ്ണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അയൽവാസികളോട് മാന്യമായി പെരുമാറുന്ന, നന്നായി ഇബാദത്തില്ലാത്ത, ആരാധനയില്ലാത്ത, നിസ്കാരമില്ലാത്ത ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന, ആ പെണ്ണ് നേരെ പോകുന്നത് സ്വർഗ്ഗത്തിലേക്കാണ്. അവിടെയും ഒരു പഠനം നടത്തിയില്ല, അവിടെയും ഒരു അന്വേഷണം നടത്തിയില്ല. അയൽവാസികളോട് മാന്യമായി പെരുമാറുന്നത് കൊണ്ട് ആ പെണ്ണ് സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സ്നേഹത്തിന്റെ ആൽഖമി എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സ്വഭാവം നന്നാക്കാതെ സ്നേഹങ്ങൾ സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. സ്വൽസ്വഭാവികളായാലേ മുക്കുമൂലകളിൽ നിന്ന് സ്നേഹം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അങ്ങനെ ഒരു സ്വൽസ്വഭാവക്കാർക്ക് മാത്രമേ അള്ളാഹു നാളെ സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളൂ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ മഹ്ശറ ലോകത്ത് നമ്മളൊക്കെ യാത്ര ചെയ്യേണ്ടവരാണ്. എല്ലാവരും മഹ്ശറയെ കാത്തിരിക്കേണ്ടവരാണ്. അവിടെ എത്താതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അവിടെ രക്ഷപ്പെടുന്ന വിഭാഗമാരാ? സമ്പത്ത് കൊണ്ട് രക്ഷപ്പെടാത്ത സമയമാണത്, സന്താനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത സമയമാണത്. എന്നാൽ അവിടെ
അവിടെ രക്ഷപ്പെടാൻ കഴിയുന്നത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ സ്വഭാവം, നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അവിടെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിലെത്താൻ പറ്റുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് രക്ഷപ്പെടൂല മുഅ്മിനെ. തഹജ്ജുദ് കൊണ്ടോ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടോ സ്വതക്ക കൊണ്ടോ സകാത്ത് കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയൂല. സ്വഭാവം മോശമായാൽ ആ സ്വർഗ്ഗം ഒരുക്കിയിരിക്കുന്നത് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വൽസ്വഭാവികൾക്ക് മാത്രമേ അല്ലാഹു തആല സ്വർഗ്ഗം ഒരുക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് സ്വഭാവം നന്നാക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ.